2024 ഇറങ്ങിയതിൽ അങ്ങനെ അധികം ആനിമേസ് ഒന്നും തന്നെ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. കാരണം പഴയ ആനിമേ ഒന്നും കാണുന്ന ഒരു ഫീൽ ഒരു ത്രില്ലൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ അതിൽ ചുരുക്കം ചില ആനിമേസിൽ ഇഷ്ടപ്പെട്ടതിൽ ഒന്നാണ് ഡെലീഷ്യസ് ഇൻ ഡഞ്ചൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡഞ്ചൻ മെഷി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഈ നെയിം കേട്ടപ്പോൾ നിങ്ങൾക്കും ഒരുപക്ഷെ തോന്നിയേക്കാവുന്ന ഒരു കാര്യമാണ്. ഈ പേര് തന്നെ അത്ര വലിയ ഗുമ്മൊന്നുമില്ല, അപ്പോൾ ആനിമേ രസമുണ്ടാകുന്ന ഒരു സംഭവം. നെയിം പോലെ തന്നെ ഡെലീഷ്യസ് എന്ന് തന്നെ പറയാം. കുക്കിംഗ് ഒക്കെ തന്നെയാണ് തീം എന്ന് പറഞ്ഞ് ആരും ഇത് കാണാതെ പോകരുത്. കാരണം കുക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല കിടിലൻ ഫൈറ്റൊക്കെ ചെയ്ത് മോൺസ്റ്റേഴ്സൊക്കെ ആയിട്ട് ഫുൾ ബാറ്റിൽ അതെല്ലാം ചെയ്ത് മാത്രമാണ് ഈ കുക്കിംഗ് നടക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് 2-3 എപ്പിസോഡ് വാച്ച് ചെയ്താൽ തന്നെ വെറും ഒരു ഫുഡ് ആനിമേ അല്ല ഇത് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് തന്നെ നിങ്ങൾക്ക് അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ എന്തായാലും മസ്റ്റ് ആയിട്ടൊരു 2-3 എപ്പിസോഡ് ട്രൈ ചെയ്ത് നോക്കും. ആനിമേ ചെയ്തിരിക്കുന്നത് സ്റ്റുഡിയോ ട്രിഗർ ആണ്. നല്ല നൈസ് ആനിമേഷൻ ആണ്. നല്ല നൈസ് ആനിമേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേൾഡ് ബിൽഡിംഗ് ആൻഡ് ലോർ, അതുപോലെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇതിലെ എല്ലാ സറൗണ്ടിങ്സ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ആ ഡഞ്ചൻസ് ഒക്കെ നമുക്ക് ഭയങ്കര കിടലായിട്ടൊരു അതിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടും ആ ഡഞ്ചൻ്റെ ഒക്കെ. സോ ഡെലീഷ്യസ് ഇൻ ഡഞ്ചൻ ഓർ ഡഞ്ചൻ മെഷി, നിങ്ങൾ ഒരു ആക്ഷൻ പാക്ഡ് അഡ്വഞ്ചർ ആനിമയാണ് നോക്കുന്നതെങ്കിൽ ഈ ആനിമേ പയ്യെ ആ ഒരു ലെവലിലോട്ട് എത്തും. ബട്ട് കോർ സബ്ജക്റ്റ് കുക്കിംഗ് തന്നെയായിരിക്കും എന്ന് മാത്രം. ഇതിൽ മെയിനായിട്ട് എനിക്ക് തോന്നിയൊരു സംഭവമായിരുന്നു, ഇതിൽ ഒരുപാട് ആനിമൽസിനെ അല്ലെങ്കിൽ മിത്തിക്കൽ ക്രിയേച്ചേഴ്സിനെയൊക്കെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ സ്മാൾ സ്കെയിലിൽ അതിനൊരു എക്സ്പ്ലനേഷനും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഒരു ഇൻഫോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടും. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ 1-2 എപ്പിസോഡൊന്നും കണ്ടാലോ ഒരുപക്ഷെ ഈ ഒരു ആനിമേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം നിങ്ങൾ എത്രത്തോളം കാണുന്നു, ഇറ്റ്സ് കീപ് ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. ഇറ്റ്സ് ലൈക്ക് ലെറ്റിംഗ് കുക്ക് എന്ന് പറഞ്ഞ ആ ഒരു കോഡ് ഈ ഒരു ആനിമയ്ക്ക് ഇതിൻ്റെ മാങ്കയ്ക്ക് പക്ക ആപ്റ്റാണെന്ന് തോന്നി. ആനിമേ ജസ്റ്റ് 1 സീസണാണ് ഇറങ്ങിയിട്ടുള്ളൂ. ബട്ട് മാങ്ക ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ തന്നെ കുറച്ച് വോളിയം കഴിയുമ്പോൾ സ്റ്റോറി നല്ല രീതിയിൽ പ്രോഗ്രസ് ആയി ഒരു ഭയങ്കര സീരിയസ് മോഡിലേക്ക് എത്തുന്നുണ്ട്. ലൈക്ക് അതിൻ്റേതായ ടൈം എടുത്ത് ആ ഒരു രീതിയിലാണ് ഇത് സീരിയസ് ആവുന്നത്. അപ്പോൾ ബട്ട് സ്റ്റിൽ ഒരു ഫാൻറ്റസി കുക്കിംഗ് തന്നെ ആയിരിക്കും ഇതിലൊരു മെയിൻ കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്ത് പോകാതെ നിങ്ങൾ ആദ്യം കുറച്ച് എപ്പിസോഡ് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ തുടർന്ന് കാണുക. ആനിമേ ഫസ്റ്റ് സീസൺ എന്ന് പറയുന്നത് കറൻ്റ്ലി ആ ഒരു വേൾഡ് ആൻഡ് അതിൻ്റെ സെറ്റപ്പിനെ കുറിച്ചൊക്കെയാണ് മോർ ഫോക്കസ് ചെയ്യുന്നത്. സോപ്പായി ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ ആൻഡ് ലോറിലോട്ട് പോയി കഴിഞ്ഞാൽ ലയോസ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ക്യാരക്ടർ. ഇപ്പോൾ ആളുടെ ഗ്രൂപ്പും ഒരു ഡഞ്ചൻ റൈഡിന് പോവുകയാണ്. ആ റൈഡിൽ ഒരു ഡ്രാഗൺ ഫാളിൻ എന്ന് പറഞ്ഞ നമ്മുടെ ലയോസിൻ്റെ സിസ്റ്ററിനെ അവിടെ വെച്ച് ഈറ്റ് ചെയ്യുന്നു ഒരു ബാറ്റിലിൽ. ബട്ട് ഫാളിൻ തൻ്റെ പവർ യൂസ് ചെയ്ത് ലയോസിനെയും ബാക്കിയുള്ളവരെയും ഡഞ്ചൻസിൻ്റെ ബിഗിനിങ്ങിലോട്ട് വീണ്ടും വിടുകയാണ്. അതായത് പുറത്ത് വേൾഡിലേക്ക് തിരിച്ചയക്കുന്നു. തുടർന്ന് ലയോസും മാർസൽ അതുപോലെ ചിൽച്ചക്ക് എന്ന് പറഞ്ഞ ഈ 3 പേരും ആ ഡ്രാഗൺ ലയോസിൻ്റെ സിസ്റ്ററിനെ ഡൈജസ്റ്റ് ആകുന്നതിന് മുന്നേ തന്നെ രക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നതാണ് ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. ലയോസ് എന്ന് പറയുന്ന ഒരു വാരിയറാണ്. അതുപോലെ മാർസൽ എന്ന് പറഞ്ഞ ഒരു ഹാഫ് എൽഫ് മേജ് ആണ്. ചിൽച്ചക്ക് ഒരു ലോക്ക് സ്മിത്തുമാണ്. പിന്നീട് അവർ ഈ ഡഞ്ചൻ കോൺക്വർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ വേറെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായ സെൻഷി എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ വരുന്നു. ആളൊരു കിടിലൻ കുക്കാണ്. ഒരു ഡാർക്ക് ഇതിൽ വരുന്ന ക്യാരക്ടറാണ്. സോ ഡഞ്ചൻ യാത്ര എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പോരാതെ അവിടെ അവർക്ക് വലിയ രീതിയിൽ ഫണ്ടിങ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഫുഡൊന്നും ഡഞ്ചനിലേക്ക് അധികം കൊണ്ടുപോകാനും പറ്റില്ല. പിന്നെ ആളുടെ എണ്ണം കുറവാണ്. അങ്ങനെ അവർ കുറേ വരുന്ന മോൺസ്റ്റേഴ്സിനെല്ലാം ഫൈറ്റ് ചെയ്ത് അതിനെ കില്ല് ചെയ്ത് കുക്ക് ചെയ്ത് ആണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുക്കിംഗ് മാത്രമല്ല, അത് വീണ്ടും ഞാൻ പറയുന്നു, ആക്ച്വലി നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കണ്ടുപോകാൻ പറ്റുന്ന ഒരു നൈസ് ആനിമയാണ് ഡഞ്ചൻ മെഷി അല്ലെങ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഡഞ്ചൻ റോൾ പ്ലേ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഇതിൻ്റെ പ്യുവർ വൈബ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആനിമെ കാണാൻ കിട്ടും. ഈ ഒരു റോൾ പ്ലേ ഗെയിം പോലെ തന്നെ നമുക്ക് കണ്ടിരുന്ന് പോകാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്.